ഹലോ എവരിവൺ, വെൽക്കം ടു കാർസ് ആൻഡ് ഡ്രൈവ്സ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ എൻ്റെ പോർഷെ കയൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്ത വീഡിയോ വരുന്നത് ഒരു ക്യാമ്പർ വാൻ അല്ലെങ്കിൽ ഒരു ജർമ്മനിൽ ബോൺമൊബൈൽ എന്ന് പറയുന്ന ഒരു ക്യാമ്പർ എടുത്തിട്ടുള്ള ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും അടുത്ത വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ക്യാമ്പറിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഇതൊരു റെനോയുടെ ഒരു വാൻ ബേസിക്കലി ക്യാമ്പറായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇത് വണ്ടിയൊന്നും എനിക്കറിയില്ല, കാരണം നമുക്ക് യൂഷ്വലി ഒരു വാനിന്റെ ഷാസി മേടിച്ചിട്ട് ബാക്കി ഒരു കോച്ച് ബിൽഡറെ ഏൽപ്പിച്ചിട്ട് അവരാണ് ബാക്കി മുഴുവൻ പണിയുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ സർട്ടിഫൈ ചെയ്തെടുക്കുന്ന വണ്ടിയാണ് ഇതെല്ലാം. അപ്പോൾ ഈ വണ്ടി ഏതാണ് എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷേ റെനോയുടെ ഡീസലാണ്, 2.3 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള ഒരു മാനുവൽ ക്യാമ്പറിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. 6 പേർക്ക് ഇരിക്കാനും 6 പേർക്ക് കിടക്കാനും മാത്രം സ്പേസ് ഉള്ള വലിയൊരു ക്യാമ്പറാണ്. ക്യാമ്പറിന്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു ക്യാമ്പറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇൻഷുറൻസ്, ഞങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ച് ഓടിക്കാൻ പറ്റുമെന്ന്. എനിക്ക് 3.5 ടൺ വരെയുള്ള വണ്ടിയാണ് ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3.5 ടൺ വരെയുള്ള ലൈസൻസ്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ക്ലാസ് ബി എന്ന് പറയുന്ന ലൈസൻസ് വെച്ച് 6 പേർക്ക് യാത്രയാവുന്ന ക്യാമ്പറുകൾ സെർച്ച് ചെയ്താൽ വളരെ വളരെ കുറച്ചുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ലക്കിനാണെങ്കിൽ ഒരു വണ്ടി കിട്ടിയത്. ഇപ്പോൾ ഞങ്ങളുടെ ലൈസൻസ് വെച്ച് ഓടിക്കാവുന്ന, സാധാരണ ലൈസൻസ് വെച്ച് ഓടിക്കാവുന്ന വണ്ടിയാണ്. പക്ഷേ സാധാരണ ലൈസൻസ് വെച്ച് ഓടിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. വണ്ടിക്ക് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. 6 മീറ്ററിന്റെ അടുത്ത് ലെങ്ത് ഉണ്ട്. 6 മീറ്റർ ആണ് ലെങ്ത്. 3.6 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ ആർക്കും ഓടിക്കാം. എന്നാലും ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തവരത് ഓടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി പാടായിരിക്കും പാർക്ക് ചെയ്യാനും. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിപ്പം അല്ല ഉള്ളൂ. പല ലൈനും നമ്മൾ നിറഞ്ഞാണ് നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. എന്നാലും ഞങ്ങൾ ഓടിച്ചപ്പോൾ ഞാനും ഓടിച്ചു, എൻ്റെ ഫ്രണ്ട് എബിനുണ്ട് കൂടെ. അപ്പോൾ അവരും ഓടിച്ചു. അങ്ങനെ രണ്ടുപേരും ഓടിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇത്ര വലിയ വണ്ടി അത് ആക്ച്വലി ഓടിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഫീൽ ചെയ്തില്ലായിരുന്നു ഓടിച്ചപ്പോൾ. അത്യാവശ്യം ഓക്കെയാണ് വണ്ടി ഓടിക്കാനൊക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഈ ക്യാമറ എടുത്തിട്ട് 4ാമത്തെ ദിവസമാണ്. 4 രാത്രി കഴിഞ്ഞു വണ്ടി എടുത്തിട്ട്. അപ്പോൾ ഇന്ന് 5ാമത്തെ ദിവസം ഞങ്ങൾ വണ്ടി തിരിച്ചു കൊടുക്കാൻ പോകുന്ന പോക്കാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാനോടത്ത് വീഡിയോ എടുക്കുമ്പോൾ ലാസ്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ എക്സ്പീരിയൻസ് കൂടെ കവർ ചെയ്ത് വീഡിയോ എടുക്കാറ്. അതുകൊണ്ട് തന്നെ ആദ്യമേ ഞാൻ വീഡിയോ എടുക്കാതിരുന്നത്. 4 ദിവസം എക്സ്പീരിയൻസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിക്കാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ആയാലും ശരി, എൻ്റെ ഫ്രണ്ടായാലും ശരി ഓടിച്ചപ്പോൾ ഞങ്ങൾക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായി തോന്നിയില്ല. മാനുവൽ ട്രാൻസ്മിഷൻ ആയതിൻ്റെ പേരിൽ ഞങ്ങൾ ആൽപ്സിൻ്റെ റീജിയനിലേക്കൊക്കെ പോയിരുന്നു. അപ്പോൾ അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കയറ്റത്തിൽ നിർത്തി ബ്ലോക്കൊക്കെ ഒന്ന് നിർത്തി എടുക്കുമ്പോൾ നമുക്ക് ക്ലച്ചിൽ നിർത്തി പോകാനുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇത്തിരി പാടായിരുന്നിരിക്കും. ഞങ്ങൾക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ അടിപൊളിയാണ്. വണ്ടി നല്ല ഡീസൽ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു 7 കിലോമീറ്റർ പെർ ലിറ്ററൊക്കെയാണ് മൈലേജ് കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ഇതുവരെ മൊത്തം ഒരു 400 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിക്കാൻ അത്ര സുഖമൊന്നുമല്ല വണ്ടി. നമ്മൾ കാർ ഓടിച്ചു കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് മൈലേജ്. ഇതൊരു 2.3 ലിറ്റർ ഡീസൽ എഞ്ചിനുള്ള വണ്ടിയാണ്. നല്ല ടോർക്കുണ്ട്, നമുക്ക് ഡൗൺ ചെയ്യാതെ തന്നെ കയറ്റൊക്കെ കയറിക്കോളും. പക്ഷേ സ്പീഡ് എന്ന് പറഞ്ഞ സാധനം എനിക്ക് കിട്ടില്ല. മൈലേജും ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ കാണിക്കുന്ന മൈലേജ് 3 ഡീസൽ 3 കിലോമീറ്റർ പെർ ലിറ്റർ. ഞാൻ പോർഷെ കയൻ ഓടിച്ച അതിൽ വല്ല മൈലേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇപ്പോൾ ഞങ്ങൾ 6 പേരുണ്ട്. 4 അഡൾട്ട്സും 2 കുഞ്ഞു പിള്ളേരും ഉണ്ട്. അതല്ലാതെ ഞാൻ ഒറ്റയ്ക്ക് പഠിച്ചപ്പോഴും ഫസ്റ്റ് ഗിയറിൽ സ്റ്റാർട്ട് ചെയ്യാൻ വഴി 3 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് മൈലേജ് കാണിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇത്ര നേരം ഓടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആവറേജ് കിട്ടുന്നത് 13 ലിറ്റർ പെർ 100 കിലോമീറ്റർ ആണ്. അത് കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയായിരിക്കും. അപ്പോൾ മൈലേജ് എന്ന് പറഞ്ഞ സാധനമില്ല. 50 കിലോമീറ്റർ പോവുകയാണ്. ആക്സിലേറ്റർ കൊടുക്കാൻ കഴിയുമ്പോഴത്തെ മൈലേജ് എന്ന് പറഞ്ഞാൽ 20 ലിറ്റർ പെർ 100 കിലോമീറ്റർ. ഒന്നും കാലം കൊടുത്താൽ 20, അതായത് 5 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് വണ്ടി ഒട്ടും സ്ട്രെയിറ്റ് ചെയ്യാതെ വെറുതെ ആക്സിലേറ്റർ കൊടുത്ത് പോകുമ്പോൾ ഉണ്ടാവുന്നത്. അതായത് ഒട്ടും മൈലേജ് വണ്ടിക്ക് കിട്ടുന്നില്ല. നമ്മൾ ആക്സിലേറ്റർ പ്രസ് ചെയ്യണ വഴി 5 kmph കുറയാണ്. അതെന്താ എനിക്ക് മനസ്സിലാവും. അത്യാവശ്യം വലിയ 2.3 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. വലിയ പവറൊന്നുമില്ല. പുള്ളി അധികം സ്ട്രെസ് ചെയ്തൊന്നും അല്ല ഓടിക്കുന്നത്. പക്ഷേ നമ്മളെപ്പോൾ ആക്സിലറേറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ മൈലേജ് ഭയങ്കരമായിട്ട് താഴ്ന്നു. അപ്പോൾ ഈ മോഡേൺ എഞ്ചിനുകൾ കൊള്ളില്ല എന്നൊക്കെ പറയുന്നവർ ആക്ച്വലി ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഏറ്റവും പുതിയ ഇപ്പോൾ BMW M5 4.4 ലിറ്റർ V8 എഞ്ചിനുള്ള സാധനം ഇതിനേക്കാൾ എഫിഷ്യൻ്റ് ആയിട്ടാണ് ആക്ച്വലി ഓടുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല പവർ എടുത്തത് ആക്സിലറേറ്റ് ചെയ്ത് ഓടിച്ചാൽ പോലും ഇതിന് കിട്ടുന്ന മൈലേജ്, ഇത് ഡീസലായിട്ട് ഇതിന് കിട്ടുന്ന മൈലേജ് പുതിയ പെട്രോൾ എഞ്ചിനുകൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പുതിയ പെട്രോൾ എഞ്ചിൻ ടെക്നോളജിയിൽ വന്നിരിക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആക്ച്വലി വളരെ വളരെ പ്രശംസനീയമാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഒരു കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഇത്തിരി കൂടുതൽ ചിലവ് വന്നു. പക്ഷെ ബാക്കി കാര്യങ്ങളൊന്നും വലിയ ചിലവൊന്നുമില്ല. അപ്പോൾ ചിലവിൻ്റെ കാര്യത്തിൽ തന്നെ നമുക്ക് ആദ്യമേ തുടങ്ങാം. ഞങ്ങൾ 4 ദിവസത്തേക്കാണ് ബേസിക്കലി വണ്ടി എടുത്തത്, 4 രാത്രിയിലേക്ക്.
4 രാത്രിയിലേക്ക് നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ കൺവേർട്ട് ചെയ്താൽ ഏകദേശം 80,000 രൂപ വണ്ടിക്ക് റെന്റ് ആയിട്ടുണ്ട് റഫ്ലി. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് വേറെ കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതനുസരിച്ചിരിക്കും. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ടേബിള്, ചെയർ, വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എന്തൊക്കെ സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ പക്ഷേ അതുപോലത്തെ ഓരോ സാധനങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് നമുക്കിത് കോസ്റ്റ് ഒത്തിരി കൂട്ടാൻ പറ്റും. എന്നാലും റഫ്ലി ഒരു 220,000 റുപ്പീസ് പെർ ഡേ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര വലിയ വണ്ടിയൊക്കെ റെന്റ് എടുക്കുമ്പോൾ. ലോങ് ടൈം റെന്റ് എടുത്താൽ ഇതിൽ കുറയാനും ചാൻസ് ഉണ്ട്. പൈസ വൈസ് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു എക്സ്പെൻസീവ് ആയിട്ട് തോന്നുന്നില്ല. കാരണം നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഹോട്ടൽ റെന്റ് കുറേയൊക്കെ ലാഭിക്കാൻ പറ്റും. അതിലേക്കാണ് എൻ്റെ അടുത്ത പോയിന്റ്. അപ്പോൾ ഈ ക്യാമ്പർ എടുത്ത് പോകുന്നവർ എന്തൊക്കെയാണെങ്കിലും നേരത്തെ പോകുന്ന സ്ഥലങ്ങൾ പ്ലാൻ ചെയ്യണം. അതുകൂടാതെ തന്നെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളും ശരിക്കും പ്ലാൻ ചെയ്യണം. ചുമ്മാ ഏതെങ്കിലും ഒരു ഓട്ടോബാന്റെ സൈഡിലുള്ള പാർക്കിങ്ങിലിട്ട് അവിടെ നിൽക്കാമെന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു നല്ല ഓപ്ഷനായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങളെല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ക്യാമ്പർ വാനുകൾക്ക് വേണ്ടി മാത്രമുള്ള പാർക്കുകളുണ്ട്. അപ്പം അതിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അവിടെ പാർക്ക് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 3-4 ദിവസം നമുക്ക് അവിടെ തന്നെ സ്പെൻഡ് ചെയ്യാനും പറ്റും. അത് കൂടാതെ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. ഇപ്പോൾ ക്യാമ്പറിൽ നിന്നുള്ള വേസ്റ്റ് കളയാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ടോയ്ലറ്റ് വേസ്റ്റ് ആയിക്കോട്ടെ, വേസ്റ്റ് വാട്ടർ ആയിക്കോട്ടെ, നമ്മുടെ കുളിക്കുമ്പോൾ വരുന്ന വേസ്റ്റ് വാട്ടർ ആയിക്കോട്ടെ, അതൊക്കെ കളയാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ ക്യാമ്പറിലേക്കുള്ള കറണ്ട് കൊടുക്കാനുള്ള സ്ഥലമുണ്ട്. ക്യാമ്പറിലേക്ക് വെള്ളം കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് 3-4 ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവിധ എന്റർടൈൻമെന്റ് പോസിബിലിറ്റീസും ഉള്ള സ്ഥലങ്ങളുണ്ട്. നമുക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ചെറിയ കസിനോ പോലത്തെ സാധനങ്ങൾ കാണും. അതുകൂടാതെ തന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ചെറിയ സൂ പോലെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ സൈക്കിൾ റെന്റ് എടുക്കാൻ പറ്റും. നമുക്ക് ലേക്കിൽ ഇറങ്ങാൻ പറ്റുമായിരുന്നു. പിന്നെ ഗ്രില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റീസ്, സൂപ്പർ മാർക്കറ്റ്, ലോണ്ടറി, ഡിഷ് വാഷർ, കുക്കിംഗ്, അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റീസും ഉള്ള വലിയൊരു ക്യാമ്പർ പാർക്കിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. ഞങ്ങൾക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇനി ഒന്നുകൂടെ ക്യാമ്പർ ഇല്ലാതെ തന്നെ ടെൻ്റായിട്ട് ഒക്കെ ഒന്നുകൂടെ പോയാലോ എന്ന് പോലും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമ്പർ എടുത്ത് പോകുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ എവിടെ സ്റ്റേ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുമ്മാ ഒരു ഓട്ടോബാൻ്റെ സൈഡിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എക്സ്പീരിയൻസ് ഒട്ടും ഇഷ്ടപ്പെടണമെന്നില്ല. അതേസമയം ഒരു ക്യാമ്പറിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്കും എന്റർടൈൻമെന്റിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമ്പിംഗ് ശരിക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. ഞാൻ പോയ സ്ഥലത്തിന്റെ അഡ്രസ്സ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ശരിക്കും നല്ലൊരു സ്ഥലമാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ബോർഡൻസേ പരിസരത്തായിരുന്നു. അത് ജർമ്മനി ഓസ്ട്രിയ ബോർഡറിലായിട്ടുള്ള ഒരു ലേക്കിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. വളരെ നല്ല സ്ഥലമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ 4 ദിവസം സ്പെൻഡ് ചെയ്തിപ്പോൾ ഒരു ഫാമിലി ആയിട്ട് പോകാൻ കാരവൻ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ഞങ്ങൾ ശരിക്കും റെക്കമെൻഡ് ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുറേ കാര്യങ്ങൾ. പക്ഷേ ഏറ്റവും നെഗറ്റീവ്സിന് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യാം. കാർ ഓടി എത്തുന്ന സമയത്ത് ഒന്നും നമ്മൾ എത്താൻ പോകുന്നില്ല. ഇപ്പോൾ ഗൂഗിൾ പറയാണ് നിങ്ങൾ 5 മണിക്കൂർ കൊണ്ട് എത്തുമെന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ 7 മണിക്കൂർ മിനിമം എടുക്കും. കാരണം ഒന്നാമത് നമുക്ക് സ്പീഡ് എടുക്കാൻ പറ്റില്ല. നല്ല വിൻഡ് റെസിസ്റ്റൻസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ നമ്മൾ ഈ മുകളിൽ നമ്മൾ ബെഡ് പോലത്തെ ഒരു സാധനം ഉണ്ട്. അപ്പോൾ ഒരു കനോപ്പി ഉണ്ട് മുകളിൽ. അപ്പോൾ അവിടെ നമ്മൾ നോക്കിയാൽ അവിടെ മൊത്തം ഈച്ച വന്ന് ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് ചത്തിരിക്കുന്ന പാട് കാണണ്ട. അത് കണ്ടാൽ തന്നെ അറിയാം അത്രയും കാറ്റ് അവിടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് മാത്രമല്ല ഇത് ഈ ബോക്സ് പോലത്തെ ഒരു ഷേപ്പ് ആയതുകൊണ്ടും ഇതിന് നല്ല വിൻഡ് റെസിസ്റ്റൻസ് ഉണ്ട്. നമുക്കൊരു 120-130 മുകളിലൊന്നും ഒരു സ്ഥലത്തും പോകാൻ പറ്റില്ല. പിന്നെ പൊതുവേ നമ്മൾ ബാക്കിയുള്ളവർ ഇപ്പൊ തന്നെ കണ്ടില്ല. ഞാൻ ഈ പോകുന്നത് റൈറ്റ് ലൈനിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ലെഫ്റ്റ് ലൈനിൽ കാറുകൾ ഇച്ചിരി സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത്രയും വലിയ വണ്ടി ആയതുകൊണ്ട് എനിക്ക് ലെഫ്റ്റ് ലൈൻ ഫുൾ ബ്ലോക്ക് ചെയ്ത് പോകാൻ മടിയുള്ളതുകൊണ്ട് ഞാൻ റൈറ്റ് ലൈനിലാണ്. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ഓടിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്പീഡ് കുറെ കുറയും. അപ്പൊ അതാണ് ഫസ്റ്റ് പോയിന്റ്. നമ്മൾ ഗൂഗിൾ പറയുന്ന സമയത്തൊന്നും നമ്മൾ എത്താൻ പോകുന്നില്ല. നമുക്ക് ഒത്തിരി സമയം കൂടുതൽ വേണം. ആ ഒരു കാര്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ കൊണ്ടൊക്കെ പോകുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് പിള്ളേർ കംഫർട്ടബിൾ ആയിട്ടിരിക്കും. നമുക്ക് പിള്ളേരുടെ ഫ്രണ്ടിൽ ഒരു ടേബിൾ ഉണ്ട്. ടേബിളിൽ ടോയ്സ് വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ ഫുഡ് കൊടുക്കാനോ ഒക്കെ ആയിട്ട് അത്യാവശ്യം സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. കാറിന്റെ സീറ്റ് പോലെ അത്ര നല്ല സീറ്റൊന്നും അല്ല ബാക്കിലത്തെ. അപ്പോൾ ഒരുപാട് നേരം ഇരിക്കുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾ രണ്ടുപേരും വൈഫുമാരൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ 2 സീറ്റ് നല്ല കംഫർട്ടബിൾ ആണ്. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് എവിടെ വേണേലും ഇടയ്ക്കൊന്ന് നിർത്തി കഴിഞ്ഞാൽ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് ബെഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കാറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബെഡ് ഫുൾ നിവർത്തി കിടക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല നമുക്ക്. ആ ഒരു ഓപ്ഷൻ ഈ വണ്ടിയിൽ ഉണ്ടെന്നുള്ളൊരു ഗുണമുണ്ട്. അപ്പോൾ നമുക്ക് ചില സമയത്തൊക്കെ ഞങ്ങൾ ഇടയ്ക്ക് പാർക്കിങ്ങിലേക്ക് ഒന്ന് കയറിയിട്ട് ഒരു 10 മിനിറ്റ് ജസ്റ്റ് എല്ലാവരും ഒന്ന് കിടക്കുന്നു. അപ്പോൾ നടുവിനൊക്കെ ഒരു സുഖമാവുന്നു. പിള്ളേരൊക്കെ ജസ്റ്റ് വണ്ടിക്കകത്തേക്കിടോ അല്ലെങ്കിൽ പുറത്തേക്കിടൊക്കെ നടക്കുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഫ്ലെക്സിബിലിറ്റി ഉള്ളത് കൊണ്ട് ഫാമിലി ആയിട്ട് പോകാൻ നല്ലതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. മാത്രമല്ല പിള്ളേർക്ക് ആവശ്യമുള്ള എല്ലാ സാധനവും നമുക്ക് കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിള്ളേരുടെ ടോയ്സ് ആയിക്കോട്ടെ, വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളും എല്ലാം കൊണ്ടുപോകുന്ന കാരണം പിള്ളേർക്ക് ഒരു വീട്ടിലിരിക്കുന്ന ഫീലിംഗ് തന്നെയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ആസ്പെക്റ്റിലും നല്ലത് തന്നെയായിരുന്നു. പിന്നെ ഈ വണ്ടി കൊണ്ട് പോകുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് പോക്ക് മാത്രമേ നടക്കുള്ളൂ. നമ്മൾ ഇത്രയും വലിപ്പമുള്ള വണ്ടി ആയതുകൊണ്ട് അറിയാതെ ഏതെങ്കിലും സിറ്റിയിലേക്കൊക്കെ പോയി കയറി കഴിഞ്ഞാൽ
പല സിറ്റിയിലും ചെറിയ ടണലുകളോ പാർക്കിംഗ് ഗരാജിനൊക്കെ ഹൈറ്റ് 2 മീറ്റർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമ്മൾ ഫിറ്റ് ആവില്ല. അപ്പോൾ 2.5 മീറ്ററിന്റെ ഹൈറ്റ് ഉള്ള ടണലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിർത്തി റിവേഴ്സ് വരാനും പറ്റില്ല. അങ്ങനെ മൊത്തം പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ സിറ്റിക്ക് അകത്തേക്കൂടെ കയറാതിരിക്കുക, അല്ലെങ്കിൽ സിറ്റിക്കകത്തുള്ള പാർക്കിങ്ങിലൊന്നും പോയി കയറാതിരിക്കുക, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ സിറ്റിയിൽ ഷോപ്പിംഗ് പോകാനോ അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയായിട്ട് ഒരു രീതിയിലും പോകരുത്. നമ്മൾ നിയർ ബൈ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടേഷനോ ടാക്സിയോ ഒക്കെ എടുത്ത് സിറ്റിയിലേക്ക് പോവുക. കാരണം സിറ്റിയിലേക്ക് ഈ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ പാർക്കിംഗ് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവെ ലോങ് ഡിസ്റ്റൻസ് ജേർണി ഹൈവേകളിലൂടെയുള്ള ലോങ് ഡിസ്റ്റൻസ് ജേർണിയൊക്കെയാണ് പ്ലാൻ എന്നുണ്ടെങ്കിൽ ക്യാമ്പർവാൻ ശരിക്കും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് പുറത്തുള്ള ഓട്ടോബാനിൽ അല്ലെങ്കിൽ ഹൈവേയിലുള്ള ടോയ്ലറ്റുകളിലേക്ക് അവസ്ഥ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടോയ്ലറ്റ് പോകാൻ വണ്ടിക്കകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ നമുക്ക് പുറത്തെങ്ങും പോകണ്ട, അതിന് പൈസ മുടക്കില്ല, വൃത്തിയുള്ള ടോയ്ലറ്റിൽ പോകാനുള്ള ഗുണമുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ക്ലീൻ ചെയ്യാനും നല്ല എളുപ്പമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ആക്ച്വലി ടോയ്ലറ്റ് ക്ലീനിങ് ഒക്കെ ഇത് പാടായിരിക്കും, അതുകൊണ്ട് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങൾ ഓർത്തത്. പക്ഷേ ഞങ്ങൾ അത്യാവശ്യമൊക്കെ വന്നപ്പോൾ ഇതുപോലെ റോഡ് സൈഡിലൊക്കെ വെച്ച് യൂസ് ചെയ്തു. അത് ക്ലീൻ ചെയ്യാൻ ഒരു പാടുണ്ടായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ച പോലെ ഒട്ടും പാടില്ല. അപ്പോൾ അതും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഞങ്ങൾക്ക് ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മൾ 2 ദിവസത്തെ യൂസൊക്കെ കഴിഞ്ഞിട്ട് ടോയ്ലറ്റ് ഒന്ന് എംപ്റ്റി ചെയ്യാൻ പോകണം. ഈ കാണുന്ന കാസറ്റ് സിസ്റ്റമാണ് എടുക്കാൻ പറ്റും. ഈ കാണുന്ന കാസറ്റ് സിസ്റ്റമാണ് നമ്മുടെ. അതിന് വെറുതെ ഇത് ഞെക്കുക, വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി സാധനം പോരും. ഇതാണ് നമ്മുടെ വേസ്റ്റ് കളക്ട് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മുടെ ജോസഫ് അണ്ണൻ കംപ്ലീറ്റ് മൂത്രമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു പിടിപ്പിക്കാൻ വന്നേക്കാണ്. ഇത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ എല്ലാം കൂടെ നോക്കിയിട്ട് ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ വളരെ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ ഒത്തിരി സമയം പ്ലാൻ ചെയ്ത് വേണം പോകാൻ. ചെറിയ ചെറിയ ട്രിപ്പുകൾക്കൊന്നും ആരും ഇത് എടുക്കാറില്ല. ഒബ്വിയസ്ലി ചെറിയ ചെറിയ ട്രിപ്പുകൾക്കൊന്നും എടുത്തിട്ട് കാര്യമില്ല. വലിയ ലോങ് ഡിസ്റ്റൻസ് ട്രിപ്പുകളൊക്കെ എടുക്കുമ്പോൾ ക്യാമറമാനിൽ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ചെറിയ റിലാക്സ്ഡ് ആയിട്ട് അവിടെ എത്താം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തപ്പോൾ ഞങ്ങൾ ഒരു ദിവസം ഡിന്നർ ഈ വണ്ടിയിലാണ് കുക്ക് ചെയ്തത്. പിന്നെ പിറ്റേ ദിവസം ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഇടയ്ക്ക് ഒരു ചായ കോഫി, അതൊക്കെ ഞങ്ങൾ ഈ വണ്ടിയിൽ തന്നെയാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അതിനുള്ള ഗ്യാസും എല്ലാം ഞങ്ങൾ ഇൻക്ലൂഡഡ് ആയിട്ടാണ് റെന്റിൽ എടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാതെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ റെന്റിലൂടെ കുറയുകയും ചെയ്യുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ ഒരു ലേക്കിൻ്റെ അടുത്താണ് ഞങ്ങൾക്ക് പാർക്കിംഗ് കിട്ടിയത്. അപ്പോൾ ലേക്കിൻ്റെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കി ജസ്റ്റ് ലേക്കിൻ്റെ അവിടെ പോയിരുന്ന് കോഫി കുടിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചെറിയ ചെറിയ ലക്ഷറീസ് നമ്മൾ ക്യാമറമാനിൽ പോകുമ്പോൾ കിട്ടും. അല്ലാതെ കാറിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രാ സ്റ്റവ് എടുത്താൽ നടക്കും. പക്ഷെ നമ്മളതിന് സ്റ്റേ ചെയ്യാനും ടെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല. ഞങ്ങൾ ഒരു ദിവസം രാത്രി ഇതിൻ്റെ അകത്ത് കുക്ക് ചെയ്തു. റൈസും കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തായിരുന്നു. അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതുകൂടാതെ തന്നെ കഴിയാൻ തന്നെ ഇവിടെ ഡിഷ് വാഷർ എല്ലാം ഉണ്ട്. അതല്ലാതെ പുറത്ത് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് കഴിയാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ തന്നെ ഒരു കോഫിയൊക്കെ ഉണ്ടാക്കി പോയപ്പോൾ നമുക്കൊരു ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. എനിക്ക് പണ്ട് തൊട്ട് വീട്ടിലൊക്കെ ഒരു ചെറിയ ഒരു വീടുണ്ടാക്കി താമസിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. മാടം എന്നൊക്കെയാണ് ഞങ്ങളതിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ മാടം ഇപ്പോൾ പണ്ട് പടുത കെട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കൊണ്ടൊക്കെ കെട്ടി ഒരു ചെറിയ വീട് സ്വന്തമായിട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മിനി മോട്ടർ കൊണ്ട് ഒരു ഫാനൊക്കെ വെച്ച് ഫാനൊക്കെ കറക്കി ഒരു ലൈറ്റൊക്കെ ഇട്ട് ഇരുന്നൊരു ചെറുപ്പം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ പലർക്കും ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു ചെറിയൊരു വീട്. നമ്മൾ തന്നെ വീടിൻ്റെ അകത്ത് നമുക്കൊരു ചെറിയ സ്പേസ് ഉണ്ടാക്കി നമ്മളാ ഒരു കൊക്കൂൺ ഫീലിംഗ് ആയിട്ടിരിക്കുന്ന ഒരു എക്സ്പീരിയൻസ് പലർക്കും ചെറുപ്പത്തിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റീലിവിംഗ് ആണ് നമ്മൾ ഈ ക്യാമ്പറിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. നമുക്ക് ശരിക്കും എവിടെയും ചെയ്യാവുന്ന കാര്യമാണ്. ഒരു കോഫി തിളപ്പിക്കാൻ ഒരു പാടില്ല. പക്ഷെ നമ്മുടെ ഈ വണ്ടിക്കകത്ത് തന്നെ ഒരു കോഫി തിളപ്പിച്ച് ഇരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കോഫി എടുക്കുമ്പോഴത്തേക്കും വേറൊരു ഫീലാണ്. നമ്മൾ ഈ ഫീലിങ്ങിന് വേണ്ടിയിട്ടാണല്ലോ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ ബെനിഫിറ്റ് എന്തായാലും ക്യാമറമാനിലുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചതാണ്, സൗണ്ട് ഒരു രക്ഷയില്ല. നമ്മൾ വണ്ടി വിൻഡ് റെസിസ്റ്റൻസിൻ്റെ ആണോ വണ്ടിയുടെ ഒച്ചയാണോ എന്ന് അറിയില്ല. നമ്മൾ അകത്തിരുന്ന ഒരു കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാൻ നല്ല പാടാണ്. വർത്തമാനം പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ തൊണ്ട വേറെ എടുത്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ക്യാമറ എന്നാലും പൊതുവെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജോസഫേ, വണ്ടി ഓടിക്കുന്നതിന് നിനക്ക് സമ്മർ വിന്റർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ? വണ്ടി ഓടിക്കുന്നതിന് വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മുടെ കംഫർട്ട് വിന്റർ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിലും ഫസ്റ്റ് നൈറ്റ് അല്ല സെക്കൻഡ് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തപ്പോൾ രാത്രി അത്യാവശ്യം നല്ല സഫോക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ 6 പേരും കൂടെ വണ്ടി സ്റ്റേ ചെയ്തപ്പോൾ അത്യാവശ്യം എനിക്ക് സഫോക്കേഷൻ ഫീൽ ചെയ്തു. നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തായിരുന്നു. രാത്രി ഒരു പാതിയായപ്പോഴത്തേക്കും ഉള്ള വിൻഡോസ് എല്ലാം കുറച്ച് തുറന്നിട്ട് നമ്മുടെ വെന്റിലേഷൻ ഒക്കെ ഓൺ ആയിരുന്നു, സ്റ്റിൽ പാടായിരുന്നു.
അപ്പോ വിന്റർ ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടിക്ക് അകത്ത് സ്പെൻഡ് ചെയ്യേണ്ട സമയം ഒരുപാട് കൂടാൻ സാധ്യതയുണ്ട്. ഇപ്പൊ സമ്മറിൽ നമുക്ക് രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അടക്കം നമ്മൾ പുറത്ത് ലേക്കിന്റെ സൈഡിൽ പോയിരുന്നാ ചെയ്തത്. ഇപ്പൊ പിള്ളേരെ കൊണ്ടൊക്കെ നമുക്ക് പോകുമ്പോൾ അത്രയും നേരം അവരെ അടുപ്പിക്കാൻ പറ്റത്തില്ല. വിന്റർ ആകുമ്പോൾ അത്രയും സമയം ഉള്ളിൽ സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി കൺജസ്റ്റഡ് ഫീൽ വരുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സമ്മറിൽ ഇതൊരു പെർഫെക്റ്റ് സ്പോട്ടാണ്, അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണ് നമ്മൾ ക്യാമ്പർ വാനിൽ പോകാന്നുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് വിന്റർ അത്ര സ്യൂട്ടബിൾ ആവാൻ ചാൻസ് ഇല്ല. വണ്ടിക്കകത്ത് ഹീറ്റിംഗ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതും അത്യാവശ്യം. പക്ഷെ അപ്പൊ നമ്മള് ഫുൾ ഡേ ഒരു കൺജസ്റ്റഡ് ആയിരിക്കും. നമ്മൾ ആ സമയത്ത് ഒരു ഹോട്ടലിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹോട്ടൽ ലോബിയിലോ ഹോട്ടലിനകത്ത് ഇൻഡോർ ഗെയിംസ് എന്തെങ്കിലും സ്റ്റിക്കർ ബോർഡ് പോലെ സാധനങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല റിസോർട്ടിലൊക്കെ പോയി. പക്ഷേ സമ്മറിൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ക്യാമ്പ് ചെയ്തിട്ട് നമുക്ക് പുറത്തുള്ള ആക്ടിവിറ്റീസ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് ജസ്റ്റ് സ്റ്റേക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു കംഫർട്ടിന് വേണ്ടി ക്യാമ്പർ എന്നുള്ളതാണ് എനിക്ക് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നുന്നത്. ഞാനാണെങ്കിൽ പോവുകയാണെങ്കിൽ സമ്മറിലെ ക്യാമ്പർ വാൻ പ്രിഫർ ചെയ്യുള്ളൂ. വിന്ററിൽ ഞാനത് അവോയ്ഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മള് വിന്ററിൽ ആദ്യം കാണാറില്ല സാധനം, എല്ലാവരും സമ്മറിലേക്ക് നിൽക്കുന്നത്. വിന്ററിൽ എല്ലാവരും പറഞ്ഞ സീസണൽ നമ്പർ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. വിന്ററിലെല്ലാം ഓരോ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അത് ഒപ്പീനിയൻ ആയിരിക്കണം ആൾക്കാർക്കും. ശരി, വാലിഡ് പോയിന്റ് അത്. അപ്പോൾ അത്രയൊക്കെയായിരുന്നു ഞങ്ങളുടെ കാരവാൻ എക്സ്പീരിയൻസ്. 4 ദിവസം ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ജർമ്മനിയിൽ ആരെങ്കിലും ഇത് എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യും. പ്രൊവൈഡഡ്സ് നിങ്ങൾക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് ജർമ്മനിയിൽ വണ്ടി ഓടിച്ചിട്ടുള്ളത്. ശരിയാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഒരു കാരവാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഞങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം ഒരു വീഡിയോ കൂടെ എടുക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ താങ്ക് യു സോ മച്ച്.